റഡാറിലും തെളിയില്ല, ശത്രുവിനെ വിറപ്പിക്കാനായി ഇന്ത്യയുടെ സ്വന്തം ഘാതക് വരികയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 4-5 തലമുറ ലഘുയുദ്ധ വിമാനമായ തേജസിന്റെ മാർക്ക് 2 പതിപ്പിനൊപ്പം ഘാതക് സ്റ്റെൽത്ത് ഡ്രോൺ 2026 തയ്യാറാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഘാതകിനു വേണ്ടി എഞ്ചിൻ വികസിപ്പിച്ചത്. 13 ടൺ ഭാരമുള്ള വിദൂര നിയന്ത്രിത ആളില്ലാ യുദ്ധവിമാനമാണ് ഘാതക്. റഡാർ നിരീക്ഷണത്തെ മറികടക്കാൻ കഴിയുന്ന രൂപകൽപ്പനയിലാണ് ഘാതക് അണിയറയിൽ ഒരുങ്ങുന്നത്. ശത്രുക്കളുടെ വ്യോമ മേഖലയിൽ കടന്നുകയറി ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഘാതകിനെ വികസിപ്പിക്കുന്നത്. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുള്ള ഈ ആളില്ലാ യുദ്ധവിമാനത്തിന് കരുത്താകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി ജെറ്റ് എഞ്ചിനാണ്. ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കാവേരി എഞ്ചിന് സാധിക്കും. 3.7 ടണ്ണോളം ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഘാതകിന് 8 മണിക്കൂറോളം തുടർച്ചയായി പറക്കാൻ സാധിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി എഞ്ചിനാണ് ഘാതകിനുള്ളത്. നേരത്തെ തേജസ് യുദ്ധവിമാനത്തിന് വേണ്ടിയാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് എങ്കിലും ആവശ്യമായ പ്രകടനം കാഴ്ചവെക്കാത്തതിനാൽ കാവേരി എഞ്ചിൻ പദ്ധതി ഇടയ്ക്ക് വെച്ച് നിലച്ചിരുന്നു. പിന്നീട് ഘാതക് ഡ്രോണിന് ഇത് അനുയോജ്യമാകും എന്ന് കണ്ടെത്തുകയായിരുന്നു. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന എയർക്രാഫ്റ്റുകൾക്ക് അത്യാവശ്യം വേണ്ടതാണ് കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറത്തുവിടുന്ന എഞ്ചിൻ. കാവേരി എഞ്ചിനും ഈ സവിശേഷതകളുണ്ട്. മാത്രമല്ല, ശബ്ദവേഗതയിൽ പറക്കാനുള്ള തള്ളൽ ശക്തിയും ഇത് ഘാതകിന് നൽകും. പൈലറ്റ് പറത്തുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഘാതകിനെയും നിയന്ത്രിക്കാനാകും. യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ നിയന്ത്രിക്കാനും അവരെ സഹായിക്കാനും ഘാതകിന് കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത്. പൈലറ്റിനെയും യുദ്ധവിമാനത്തെയും ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് തടുക്കുകയും അവർക്ക് ശത്രു കേന്ദ്രങ്ങളിലേക്കുള്ള കടന്നുകയറൽ എളുപ്പമാക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഘാതകിന് വലിപ്പമേറിയ ചിറകുകളാണുള്ളത്. ക്രൂയിസ് വേഗത തേജസിനേക്കാൾ കുറവാണ്. തുടർച്ചയായി നിർത്താതെ 8 മണിക്കൂർ വരെ ദൌത്യത്തിനായി ഘാതകിനെ ഉപയോഗിക്കാം. കൂടുതൽ നേരം തുടർച്ചയായി പറക്കാനും റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഘാതകിന് യുദ്ധവിമാനങ്ങളെക്കാൾ വേഗത കുറഞ്ഞത്. പക്ഷേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും കൂടുതൽ നേരം ആയുധങ്ങളുമായി തുടർച്ചയായി ഉപയോഗിക്കാം എന്നതും ഘാതകിനെ വേറിട്ട് നിർത്തുന്നു. 2022 ഇതിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം നടന്നു. റൺവേയിൽ നിന്ന് പറന്നുയരാനും തിരികെ ലാൻഡ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് 2023 കൂടുതൽ മെച്ചപ്പെടുത്തിയതിനു ശേഷം പരീക്ഷണങ്ങൾ തുടർന്നു. പ്രോട്ടോടൈപ്പ് പരീക്ഷണങ്ങൾ വിജയം കണ്ടതോടെയാണ് പൂർണ്ണ വലിപ്പത്തിലുള്ള പരീക്ഷണത്തിലേക്ക് പോയത്. 2025 പരീക്ഷണം നടക്കും എന്നാണ് കരുതുന്നത്. പ്രധാനമായും വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഘാതക് വികസിപ്പിക്കുന്നത്. 13 ടൺ ഭാരമുള്ള വിദൂര നിയന്ത്രിത ആളില്ലാ യുദ്ധവിമാനമാണ് ഘാതക്. റഡാർ നിരീക്ഷണത്തെ മറികടക്കാൻ കഴിയുന്ന രൂപകൽപ്പനയിലാണ് ഘാതക് ഒരുങ്ങിയത്. ശത്രുക്കളുടെ വ്യോമ കടന്നുകയറി ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഘാതകിന്റെ വികസനം. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയറും സ്പെഷ്യലാണ്. എന്തായാലും ഇന്ത്യയുടെ തദ്ദേശീയമായ ഒരു ഡ്രോൺ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഘാതക്. ആ പേര് പോലും ശരിക്കും അർത്ഥവത്താവുകയാണ്. എതിരാളിയെ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ ഡ്രോണിന് ഘാതക് എന്ന പേര് നൽകുന്നത്. 1000 കിലോമീറ്ററോളം ദൂരെ വരെ ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. പരമാവധി 1500 കിലോളം വരുന്ന ആയുധങ്ങൾ ഘാതകിന് വഹിക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് NG മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ശേഷി ഘാതകിനുണ്ടാകും. ഇതിനൊപ്പം എയർ ടു എയർ മിസൈലുകൾ, ബോംബുകൾ എന്നിവ വഹിക്കാം. യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പൈലറ്റിനെ നിയന്ത്രിക്കാവുന്ന തരത്തിലോ കമാൻഡ് സെന്ററിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന തരത്തിലോ ഘാതകിനെ ഉപയോഗിക്കാം. സുഖോയ് 30 MKI യുദ്ധവിമാനത്തിനൊപ്പമാകും ഘാതക് തുടക്കത്തിൽ പ്രവർത്തിക്കുക. പിന്നീട് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA-ക്കൊപ്പം പ്രവർത്തിക്കും. DRDOയുടെ ഭാഗമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്ന ഘാതകിന്റെ നിർമ്മാണ പങ്കാളി L&T ആണ്. പ്രോട്ടോടൈപ്പ് വികസനം അന്തിമഘട്ടത്തിൽ എത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനുവേണ്ടിയുള്ള കാവേരി എഞ്ചിന്റെ പരീക്ഷണങ്ങൾ നേരത്തെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും 2026 ഘാതക് പടക്കളത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ 2030 ആകുമ്പോഴേക്കും 30 ഡ്രോണുകളെങ്കിലും സേനയുടെ ഭാഗമാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.